കേരളത്തിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ മെയ് 4 നടക്കാനിരിക്കെ ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ തിരിച്ചെത്തുമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് മുന്നണി ക്യാമ്പുകൾ. എന്നാൽ ഫലം വരുന്നതിന് മുൻപേ കോൺഗ്രസിനുള്ളിൽ ഉടലെടുത്ത മുഖ്യമന്ത്രി പദവി ചർച്ചകൾ പാർട്ടിയെയും മുന്നണിയും ഒരുപോലെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. കെ രാഘവൻ MP ഉയർത്തിയ രൂക്ഷ വിമർശനങ്ങൾ ഈ ആഭ്യന്തര കലഹത്തിന്റെ ആഴം വ്യക്തമാക്കുന്നതാണ്. കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളിൽ ഒരാളായ കെ രാഘവൻ ഡൽഹിയിൽ മാധ്യമങ്ങളോട് നടത്തിയ പ്രതികരണം പാർട്ടി നേതൃത്വത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രി പദവിയെക്കുറിച്ചുള്ള ചർച്ചകൾ തെരുവിലേക്ക് എത്തിയിരിക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാനാകില്ലെന്ന് അദ്ദേഹം തുറന്നടിച്ചു. UDF-നെ അധികാരത്തിൽ എത്തിക്കാൻ താഴെത്തട്ടിൽ രാപ്പകൽ കഠിനാധ്വാനം ചെയ്യുന്ന സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകരെ പരിഹസിക്കുന്ന രീതിയിലാണ് നിലവിൽ കസേരകളി എന്ന് അദ്ദേഹം വിമർശിച്ചു. ഈ ചർച്ചകൾ പാർട്ടിക്ക് ദോഷകരമാണെന്നും നേതാക്കൾ പരസ്പരം പോരടിക്കുന്നത് അണികളുടെ ആത്മവീര്യം കെടുത്തുമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. തന്നെ തോൽക്കുന്ന സീറ്റിൽ മത്സരിക്കാൻ നിർബന്ധിച്ചുവെന്ന അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ കേരളത്തിലെ സ്ഥാനാർത്ഥി നിർണയത്തിലും ഗ്രൂപ്പ് താൽപര്യങ്ങൾ ശക്തമായി ഇടപെട്ടിരുന്നു എന്നതിന്റെ തെളിവായി രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നു. എറണാകുളം DCC പ്രസിഡന്റ് ഷിയാസ് നടത്തിയ ഒരു പ്രസ്താവനയാണ് ഈ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത്. VD സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന അർത്ഥത്തിൽ വന്ന പ്രസ്താവനയ്ക്ക് പിന്നാലെ മറ്റു നേതാക്കളുടെ അണികളും സജീവമായി രംഗത്തെത്തി. രമേശ് ചെന്നിത്തലയുടെയും KC വേണുഗോപാലിന്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ പ്രചാരണങ്ങൾ ശക്തമായി. സൈബർ ഇടങ്ങളിൽ കോൺഗ്രസ് അണികൾ ചേരിതിരിഞ്ഞാക്രമിക്കുന്നത് പാർട്ടിയുടെ ഐക്യത്തെ ബാധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. എന്നാൽ ഈ സൈബർ പോരാട്ടത്തിന് പിന്നിൽ പുറത്തുനിന്നുള്ള ശത്രുക്കളുടെ ഇടപെടൽ ഉണ്ടെന്നും കെ രാഘവൻ സംശയിക്കുന്നു. കോൺഗ്രസിനുള്ളിലെ തർക്കം പരമാവധി വഷളാക്കി രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ മറ്റു പാർട്ടികൾ ഈ അവസരം ഉപയോഗിക്കുന്നുണ്ടെന്ന വാദവും ഗൗരവകരമാണ്. കേരളത്തിലെ പല മുതിർന്ന MP-മാരും നിയമസഭയിലേക്ക് മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ MP-മാർ മത്സരിക്കേണ്ടതില്ലെന്ന തീരുമാനം ഹൈക്കമാൻഡിന്റേതാണെന്ന പ്രചാരണത്തെ കെ രാഘവൻ ശക്തമായി എതിർത്തു. ആസാമിൽ ഗൗരവ് ഗൊഗോയി മത്സരിച്ചത് ഉദാഹരണമായി കാണിച്ച് കേരളത്തിലെ നേതാക്കളുടെ ദുർവാശിയാണ് പല MP-മാരെ മാറ്റി നിർത്താൻ കാരണമായതെന്ന് അദ്ദേഹം ആരോപിച്ചു. ചില നേതാക്കൾ അധികാരം കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമാണിതെന്നും അദ്ദേഹം പറയാതെ പറഞ്ഞു. കോൺഗ്രസിലെ ഈ തർക്കങ്ങൾ UDF-ലെ മറ്റ് ഘടകകക്ഷികളെ വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ട്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് ഈ വിഷയത്തിൽ അതീവ ജാഗ്രതയിലാണ്. ജനങ്ങളുടെ മുന്നിൽ UDF പരിഹാസ്യരാകുന്നുവെന്ന കടുത്ത അതൃപ്തി ലീഗ് നേതൃത്വത്തിലുണ്ട്. മുഖ്യമന്ത്രി പദവിയെ ചൊല്ലിയുള്ള തർക്കം മുന്നണിയുടെ വിജയത്തെ ബാധിക്കുമോ എന്ന പേടിയും ലീഗിനുണ്ട്. നിലവിൽ ആരുടെയും പക്ഷം പിടിക്കേണ്ടതില്ലെന്നാണ് ലീഗ് തീരുമാനം. കോൺഗ്രസ് ഔദ്യോഗികമായി ഒരു അഭിപ്രായം ചോദിച്ചാൽ മാത്രം പ്രതികരിക്കുക എന്നതാണ് അവരുടെ ലൈൻ. എങ്കിലും പരസ്യ പ്രതികരണങ്ങൾ തുടർന്നാൽ ഹൈക്കമാൻഡ് അടിയന്തരമായി ഇടപെടണമെന്ന് ലീഗ് ആവശ്യപ്പെട്ടേക്കും. ഒരു ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം വിവാദങ്ങൾ ഭരണപക്ഷത്തിന് ആയുധമാകുമെന്ന ആശങ്കയും ലീഗിനുണ്ട്. സ്ഥിതിഗതികൾ ഗൗരവകരമായതോടെ AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ നേരിട്ട് രംഗത്തിറങ്ങി. കേരളത്തിലെ മുതിർന്ന നേതാക്കളുമായി ഫോണിൽ സംസാരിച്ച അദ്ദേഹം വോട്ടെണ്ണലിന് മുൻപ് ഒരു തരത്തിലുള്ള പരസ്യ പ്രസ്താവനകളും പാടില്ലെന്ന കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സണ്ണി ജോസഫും ദീപാദാസ് മുൻഷിയും ഈ നിർദ്ദേശം താഴെത്തട്ടിലേക്ക് നൽകിയിട്ടുണ്ടെങ്കിലും സൈബർ പോര് ഇനിയും പൂർണ്ണമായും അടങ്ങിയിട്ടില്ല. മെയ് 4 വോട്ടെണ്ണി കഴിഞ്ഞാൽ ഹൈക്കമാൻഡ് പ്രതിനിധികൾ കേരളത്തിലെത്തും. തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരുടെ അഭിപ്രായം അറിഞ്ഞ ശേഷം മാത്രമേ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച അന്തിമ തീരുമാനം ഉണ്ടാവുകയുള്ളൂ. ഡൽഹി കേന്ദ്രീകരിച്ചുള്ള ചരടുവലികൾ ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ടെങ്കിലും ജനവിധി അനുകൂലമായാൽ മാത്രമേ ഇതിന് പ്രസക്തിയുള്ളൂ. അധികാരത്തിലെത്തുന്നതിന് മുൻപേയുള്ള ഈ പടലപ്പിണക്കങ്ങൾ കോൺഗ്രസിന് പുതിയൊരു പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. VD സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ എന്നിവരിൽ ഒരാൾക്ക് നറുക്കുവീഴാൻ സാധ്യതയുണ്ടെങ്കിലും പാർട്ടിയിലെ ഐക്യം നിലനിർത്തുക എന്നതാണ് ഹൈക്കമാൻഡിന്റെ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. MK രാഘവൻ ഉയർത്തിയ ചോദ്യങ്ങൾ കോൺഗ്രസിനുള്ളിലെ ജനാധിപത്യപരമായ വിടവുകളെയും അധികാരമോഹങ്ങളെയും വിരൽ ചൂണ്ടുന്നു. വരും ദിവസങ്ങളിൽ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന് അതീതമായി ഒത്തൊരുമയോടെ പ്രവർത്തിക്കാൻ സാധിച്ചില്ലെങ്കിൽ ലഭിച്ചേക്കാവുന്ന ജനവിധി പോലും ആഘോഷിക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞെന്ന് വരില്ല.